കാസർഗോഡ് ജില്ലയിലെ ഗവൺമെൻറ് LP സ്കൂൾ കുഞ്ചത്തൂരിൽ ജോലി ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് നൽകിയ പഠനാനുഭവമാണ് ഈ വീഡിയോയിൽ. നമസ്കാരം. 4ാം ക്ലാസ്സിലെ പരിസര പഠനം പാഠപുസ്തകത്തിലെ സസ്യലോകത്തേക്ക് എന്ന യൂണിറ്റുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കുഞ്ചത്തൂർ GLP സ്കൂളിലെ കൊച്ചു കൂട്ടുകാർ ഒരുക്കുന്നു ഈ കൊച്ചു ഡോക്യുമെൻ്ററി പ്രകൃതിയുടെ കുരുന്നുകൾ. നമ്മുടെ പ്രകൃതിയിൽ നമുക്ക് ചുറ്റും നാം ശ്രദ്ധിക്കാത്ത എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? ഒരു ചെടിയുടെ വിത്തുകൾ മുഴുവനും അതിനു താഴെ തന്നെ വീണുമുളക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? 1-2 തൈകൾ വളർന്നുവെന്ന് വരാം. മറ്റുള്ളവ അവയ്ക്ക് വളരാൻ ആവശ്യമായതൊന്നും ലഭിക്കാതെ നശിച്ചു പോകുന്നു. ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മുടെ പ്രകൃതി എന്തൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത് അറിയാമോ? വിത്തുകൾ, കാറ്റ്, ജലം, ജന്തുക്കൾ തുടങ്ങിയവയുടെ സഹായത്തോടെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തെത്തുന്നതിനെ വിത്ത് വിതരണം എന്ന് പറയുന്നു. പ്രകൃതി ഇതിനൊരുക്കിയിരിക്കുന്ന സംവിധാനങ്ങൾ എന്താണെന്ന് അന്ന് അറിയണ്ടേ? ഇവിടെ നോക്കൂ. ഈ മാവിന്റെ മുകളിൽ ആൽമരം മുളച്ചിരിക്കുന്നത് കണ്ടോ? ഇതെങ്ങനെയാണ് സംഭവിച്ചെന്നറിയാമോ? ദൂരെയുള്ള ആൽമരത്തിന്റെ പഴങ്ങൾ പക്ഷികൾ കൊത്തിക്കൊണ്ടുവന്ന് തിന്നുമ്പോൾ ചിലത് മരത്തിൽ പെടുന്നു. ഇവ അനുയോജ്യമായ സാഹചര്യങ്ങളിൽ മുളയ്ക്കുന്നു. പക്ഷികളുടെ കാഷ്ടത്തിലൂടെയും ഈ രീതിയിൽ വിത്ത് വിതരണം നടക്കാം. ഇതാണ് എരുക്ക്. ഇതിന്റെ വിത്ത് നോക്കൂ. എല്ലാവരും നോക്കൂ, ഇതാണ് എരുക്ക് ചെടിയുടെ വിത്ത്. ഇത് അപ്പൂപ്പൻ താടിയല്ലേ? അപ്പൂപ്പനെങ്ങോ ഇരുന്നാലും എന്തുകൊണ്ടപ്പൂപ്പൻ താടി പറന്നു. അപ്പു ചോദിച്ചത് കേൾക്കവേ അപ്പൂപ്പൻ എങ്ങാണ്ടിരുന്നു പറഞ്ഞു. താടിക്കകത്തൊരു കുഞ്ഞുണ്ട്, കുഞ്ഞിനെ താഴെയൊരു നല്ല ദിക്കിൽ താരാട്ടു പാടി ഉറക്കിക്കിടത്തണ മാധ്യമഴ വരും മുമ്പേ. പൂപ്പനെങ്ങോ ഇരുന്നാലും എന്തുകൊണ്ടപ്പൂപ്പൻ താടി പറന്ന്. അപ്പു ചോദിച്ചതു കേൾക്കവേ അപ്പൂപ്പൻ എങ്ങാണ്ടിരുന്നു പറഞ്ഞു. താടിക്കകത്തൊരു കുഞ്ഞുണ്ട്, കുഞ്ഞിനെ താഴെയൊരു നല്ല ദിക്കിൽ താരാട്ടു പാടിയുറക്കി കിടക്കണം മാധ്യമഴ വരും മുമ്പേ. കാറ്റ് വീശുമ്പോൾ ഈ വിത്തുകൾ പറന്നു പോകുന്നു. നരച്ച താടിയെ പോലെയുള്ള ഈ രോമം അതിനെ വിത്ത് വിതരണത്തിന് സഹായിക്കും.